അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. അതിനെ അറുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. 1 കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഒന്ന് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞളും കൂടെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ കുറച്ച് നേരം നമ്മൾ മറ്റേ മസാലകളൊക്കെ വാട്ടുമ്പോഴത്തിന് അതിൻ്റെ എരും പുളിയൊക്കെ ഇതിൽ പിടിച്ചോളൂ. അതിന് വേണ്ടിയിട്ടാണ് കുരുമുളക് നല്ല കുഴച്ചാണ്ട് അവിടെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ നാടൻ്റെ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാടൻ ചിക്കനിൽ നമ്മൾ പിന്നെ പീടികയിൽ നിന്ന് കൊണ്ടുവരുന്ന വൈരല്ല അധികം എല്ലാം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിലേക്ക് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചോപ്പറിലിട്ടാണ് നല്ലൊന്ന് കറക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 3 ഇല്ലി വേപ്പിൻ്റെ ഇല, ചപ്പും പുതിന ഇതൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ വേപ്പിൻ്റെ ഇല നമ്മളെ നാടൻ മരത്ത് മത്തുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇനി നമ്മൾ മല്ലിപ്പൊടി ഇടുള്ളൂ കേട്ടോ. തോനെ മല്ലിപ്പൊടി ഇട്ടാൽ രസമൊന്നും ഉണ്ടാവില്ല. പിന്നെ മുളക്, ഗരം മസാലയുടെ പൊടി, വലിയ ജീരകം, മഞ്ഞൾ, കുരുമുളക് ഇതാണ്. വലിയ ജീരകത്തിൻ്റെ പൊടി ഞാടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ വലിയ ജീരകം കാണിച്ചാണ്, പൊടിയാണ് ഞാടുന്നത്. അപ്പോൾ നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കട്ടോ. കുക്കറൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിച്ചുണ്ടാക്കണ്ട. അപ്പോഴാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ വേറെയുള്ള ഓയിലോടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അതല്ലല്ലോ, നമ്മൾ നാടൻ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഒറിജിനൽ വെളിച്ചെണ്ണ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചും ചെറിയ ഉള്ളിയും കൂടെ കറക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഇട്ട് കൊടുക്കട്ടോ. അതൊന്നും ഇങ്ങോട്ട് വാടി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇട്ട് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കേട്ടോ. പക്ഷേ നമ്മളൊന്നും തിന്നൂല, വേറെയുള്ളവരൊക്കെ തിന്നും, ഞാൻ തിന്നൂല. കാരണം നമ്മളിങ്ങനെ ബാന്ന് വിളിച്ച് ചെയ്യാണ്ടായിട്ട് ഞങ്ങൾക്ക് 4-5 നേരം ചോറും ഇതൊക്കെ ഇട്ട് കൊടുത്ത് അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ നോക്കണമല്ലേ. അപ്പോൾ ഞാൻ നന്നാക്കാനും നിൽക്കില്ല, തിന്നാനും നിൽക്കില്ല. പിന്നെ ഉണ്ടാക്കി കൊടുക്കല്ലാതെ ഗതിയില്ല. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കുകയാണ്. നമുക്ക് മനസ്സിക്കൊരു എന്തോ മാതിരിയാണ് നമ്മൾ വളർത്തുന്നതാകുമ്പോൾ. നമ്മൾ വളർത്തണതാണ് ഏറ്റവും നല്ല സൂചി അടിക്കാത്തയും. അതെന്ത് വേറെ ആരെങ്കിലും വീട്ടിലുള്ളതാണെങ്കിൽ ഞാൻ തിന്നും കേട്ടോ. ഞാൻ തന്നെ ഇതിനെ നോക്കണമല്ലേ, അതുകൊണ്ടാണ് തിന്നാനൊരു മടി. അപ്പം അങ്ങനെ നമുക്ക് ആ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ വലിയുള്ളി ഇട്ട് കൊടുക്കട്ടോ. നമ്മളെ പീടികയിൽ നിന്ന് കൊണ്ടുവരുന്ന ചിക്കനെക്കാട്ടൊക്കെ ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ നാടന്. പീടികത്ത് എത്ര ആയാലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവും. അതൊക്കെ സൂചിയൊക്കെ അടിച്ചിട്ടും മുട്ടിട്ട് ചണ്ടിയായിട്ടൊക്കെ വരുന്നവരല്ലേ. അധികം പ്രായമൊന്നുമില്ല, 6 മാസം ആയിട്ടുള്ളൂ കേട്ടോ. വേഗം പോവുകയും ചെയ്യും. അപ്പം അങ്ങനെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കാർക്കും കാണാൻ ഇഷ്ടമില്ലെങ്കിലൊന്ന് ഓണാക്കിയിട്ടാ. എനിക്ക് 2 മാസം കൂടെ ഉള്ളൂ. പിന്നെ 365 ദിവസം തികയാൻ അതിൻ്റെ ഉള്ളിൽ 3000 വാച്ച് അവറാണ്. അപ്പോഴും ആകെ 1700 വാച്ച് അവർ ആയിട്ടുള്ളൂ. കുറേ ഉണ്ട് നീങ്ങാൻ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കയറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്ത് കൊടുത്തോളം മുഴുവൻ എനിക്ക് പോവും. അങ്ങനെയാണുള്ളത്. അപ്പം നമുക്ക് ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലൊന്ന് വാടിയതിന് ശേഷം ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കട്ടോ. അപ്പം മോറിന് നമുക്ക് ഇന്ന് 3 ഇതിൽ നമ്മൾ പത്തിരി തന്നെ ഉണ്ടാക്കണം. അതൊന്നും ഞാൻ കാണിക്കണില്ല. കാരണം നമ്മൾ എന്നും ഉണ്ടാക്കണ പത്തിരി ഇങ്ങനെ കാണിക്കണ ഒരു രസമില്ലല്ലോ, അതിൻ്റെ പേരിലാണ്. ഞാൻ ഒരു ദിവസം പരത്തി വെച്ചാൽ 2 ദിവസം ചൂടല. അതിനുള്ള ആളേലുള്ളൂ, ഞങ്ങൾ 3 ആളേലുള്ളൂ.
അപ്പോൾ പത്തിരി പരത്തി വെച്ചത് ഫ്രിഡ്ജിലുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ തണുപ്പ് പോയതിന് ശേഷം നമുക്ക് ചുട്ടാൽ നല്ല പത്തിരിയാവും. പിന്നെ ഇന്നും ഇങ്ങനെ മെനക്കടണ്ടല്ലോ ഇതിന്. തോനുണ്ടാകും പിന്നെ എന്നും മെനക്കടേണ്ടി വരും. അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിക്കണ്, ഒരു അര സ്പൂണോളം ഞാൻ മുളക് പൊടി ഇട്ടിട്ട് ഞാൻ ഇനിയും കുറച്ചും കൂടെ കുരുമുളക് ഇടും. നമ്മൾ ചിക്കനിലും കുറച്ച് കുരുമുളക് ഇട്ടുകൊണ്ട് വെച്ചാണ്. പിന്നെ ഇതിലും ഞാൻ കുറച്ച് കുരുമുളക് തന്നെയാണ് ഇടുക. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടെ. കുരുമുളകിൻ്റെ ആ ചൊയയും കുത്തലൊക്കെ ഉണ്ടാകുമ്പോഴേ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ ജീരകം പൊടിച്ചതാട്ടോ. നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് എരു നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് വെന്ത് കഴിയാൻ നേരത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടാവും. കാരണം ഞാൻ ചിക്കനിൽ കുരുമുളക് ഇട്ടതാണ്, അത്യാവശ്യം 2 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലുണ്ടാവും. വലിയ കറിയൊന്നും ഉണ്ടാക്കില്ല, കുറഞ്ഞ കറിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം തോനാളൊന്നും കൂട്ടാനില്ലല്ലോ, അവർ 2 ആളെ കൂട്ടുള്ളൂ. പിന്നെ കുറേ കറിയൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ മസാലകളൊക്കെ നല്ലൊന്ന് കിടന്ന് വഴറ്റട്ടാ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാല കുഴച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കട്ടാ. ചിക്കന് വലിയ വേവൊന്നും ഉണ്ടാവില്ല, 2-3 വിസിലടിച്ചാൽ മതിയാവും. കാരണം അധികം മൂപ്പില്ലാത്ത കോഴിയല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എരിവും പുളിയും ഒക്കെ നല്ല പൊടിച്ചിട്ടുണ്ടാവും. ആദ്യം നമ്മൾ മസാല ഇങ്ങനെ വെച്ചതല്ലേ കുഴച്ചിട്ട് ചിക്കൻ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ. നമുക്ക് നല്ലത് മൂടിയിട്ടിട്ട് 4-5 വിസിലടുപ്പിക്കുക കേട്ടോ. നാടനായതുകൊണ്ട് കുറച്ച് വേവുണ്ടാവും ചെയ്യും. അപ്പം നമുക്ക് മൂടിയിട്ട് കണ്ട് വിസിലടുപ്പിച്ച് കൊടുക്കാം. പിന്നെന്താ ഇപ്പം നല്ല നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റിയ കാലാവസ്ഥ കേട്ടോ. നമ്മൾ വെന്തിക്കണം നോക്കട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. 5 വിസിലാണ് ഇപ്പോൾ ഞാൻ ഇതിന് അടുപ്പിച്ചത്. അത്യാവശ്യം കറിയുള്ളൂ കേട്ടോ, അധികം കറിയൊന്നുമില്ല. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിന് പത്തിരിക്ക് കൂട്ടാനുള്ള കറി തന്നെ ഉള്ളൂ. നമുക്ക് കുറച്ച് ചപ്പും പൊതിന ഇത് ഇട്ട് കൊടുക്കട്ടോ. ഇതിങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ മറ്റേ ചിക്കൻ ഇളക്കി ഇത് ഇളക്കുമ്പോൾ നമുക്കൊരു എല്ലും മുള്ളും കുത്തണ മൈരിയാണ്. ഇളക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. നമുക്ക് നോമ്പ് നോൽക്കാൻ പറ്റുന്നവർക്കൊക്കെ നോൽക്കാം, സൗകര്യമുള്ളവർക്കൊക്കെ. എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും.